നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണായ നമ. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിലെ 8-ാം അധ്യായം കുന്തി സ്തുതി. അതിലെ 36 ശ്ലോകങ്ങളെക്കുറിച്ച് നമ്മൾ വിചാരം ചെയ്തു. 37-ാമത്തെ ശ്ലോകം നോക്കാം. 37 തൊട്ടുള്ള ശ്ലോകങ്ങളുടെ അർത്ഥവിചാരം ചെയ്യാം. 37. അപ്യദ്യനസ്ത്വം സുഹൃതേഹിത പ്രഭോ ജിഹാസസി സുഹൃദോനുജീവിന യേഷാം ന ചാന്യദ്ഭവതഃ പദാംബുജാത് പരായണം രാജസു യോജിതാം ഹസാം. എന്താണ് കുന്തിദേവി ഭഗവാനോട് പറയുന്നത് നോക്കുക. പ്രഭോ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഹേ പ്രഭോ, ഹേ സുഹൃതേ ഹിത, ഹേ സുഹൃതേ ഹിത എന്ന് വെച്ചാൽ സ്വജനങ്ങൾക്ക് വേണ്ടി ഹിതം ചെയ്യുന്നവനെ എന്നാണ് ആ സംബോധനയുടെ അർത്ഥം. ഹേ പ്രഭോ, എല്ലാറ്റിനും പ്രഭുവായിരിക്കുന്ന ഈശ്വരനായിരിക്കുന്നല്ലോ ഭഗവാനെ. എന്താണ് പ്രാർത്ഥന? ത്വം അദ്യ സുഹൃദഃ അനുജീവിനഃ നഃ അപിസ്വിത് ജിഹാസസി തർഹി രാജസു യോജിതാം ഹസാം യേഷാം ഭവതഃ പദാംബുജാത് അന്യത് പരായണം ന ച. ഇങ്ങനെയാണ് അതിൻ്റെ അന്വയം വരുന്നത്. പറയുന്നത്, അങ്ങ് ഇന്ന് ത്വം അദ്യ സുഹൃദഃ അനുജീവിനഃ, സുഹൃത്തുക്കളും അങ്ങയെ പിന്തുടർന്ന് ജീവിക്കുന്നവരുമായ, അങ്ങയെ ആശ്രയിച്ച് ജീവിക്കുന്ന അനുജീവികളായ നഹ ഞങ്ങൾക്ക്, അപിസുൽ ജിഹാസസി ഞങ്ങളെ അങ്ങ് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ, ഇപ്പോൾ അങ്ങ് ദ്വാരകയിലേക്ക് പ്രസ്ഥാനം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ്, ഞങ്ങളെ എവിടെ ആക്കിയിട്ട് പോകാൻ പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങയെ ആശ്രയിച്ച് ജീവിക്കുന്നവരും സുഹൃത്തുക്കളും സ്വജനങ്ങളുമായിട്ടുള്ള ആളുകളെ ഇവിടെ ഉപേക്ഷിച്ച് അങ്ങ് പോവുകയാണെങ്കിൽ, പക്ഷെ അങ്ങ് സാധാരണ അങ്ങനെ ഉപേക്ഷിക്കുന്ന ആളല്ല, അങ്ങ് സുഹൃദേഹിതനാണ്, സ്വജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവനാണ്, അതുകൊണ്ട് ഉപേക്ഷിക്കാറില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞാലും അങ്ങയുടെ മനസ്സിൽ ഞങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാവുകയും യഥാസമയത്ത് അങ്ങ് ഓടി വന്ന് സഹായിക്കുകയും ചെയ്യും, മുമ്പ് ചെയ്തിട്ടുമുണ്ട്. എങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ അനാഥരായി പോകും. എങ്ങനെ? രാജസു യോജിതാം ഹസാം യേഷാം, രാജസു യോജിതാം ഹസാം, രാജാക്കന്മാരിൽ അംഹസ്സിനെ യോജിപ്പിച്ച ആള് ഞങ്ങൾക്ക്. ഇവിടെ അംഹസ് എന്നുള്ളതിന് പാപം, ഉപദ്രവം എന്നൊക്കെ അർത്ഥമെടുക്കാം. പാപം എന്ന അർത്ഥമെടുക്കാം. എന്ന് വെച്ചാൽ രാജാക്കന്മാരിൽ പാപം ചെയ്തിട്ടുള്ളവർ. രാജാക്കന്മാർ യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അനേകം രാജാക്കന്മാരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ പത്നിമാരും അവരുടെ മക്കളും അനാഥരായിട്ടുണ്ട്. അവരുടെ രാജ്യവും ഏറെക്കുറെ അനാഥമായിട്ടുണ്ടാവും. അങ്ങനെ അവരിൽ കുറ്റം ചെയ്തവരായ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചവരായ, അവർക്ക് വേദന നൽകിയ, അവർക്ക് ദുഃഖം നൽകിയ ആളുകൾക്ക് ഞങ്ങൾക്ക് ഭവതഃ പദാംബുജാത് അന്യത് പരായണം നച, അങ്ങയുടെ പാദകമലങ്ങളിൽ നിന്നും അന്യമായിട്ട്, ഭഗവാന്റെ പാദകമലങ്ങൾ അല്ലാതെ മറ്റൊരു ആശ്രയ കേന്ദ്രം ഇല്ല തന്നെ. ഇപ്പം ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഈ ചെയ്ത് കൂട്ടിയ അതിഘോരമായ യുദ്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടായ രാജാക്കന്മാരുടെ ശത്രുത, രാജാക്കന്മാർക്ക് നമ്മളോട് ശത്രുത വന്നു ചേർന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ അവരുടെ മനസ്സ് നമ്മളോട് ഏതായാലും വിദ്വേഷത്തോടു കൂടി ആണ് അവർ ഇരിക്കുന്നുണ്ടാവുക. അവർക്ക് ഉപദ്രവം വന്നതിൻ്റെ പലതരത്തിലുള്ള യുദ്ധത്തിൽ പലതരത്തിലുള്ള കൊടിയ വധമാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നു ചേർന്നിട്ടുള്ള പാപങ്ങൾക്കും പരിഹാരം എന്താണ്? ഭഗവാന്റെ സാമീപ്യം അതിന് പരിഹാരമാണ്. ഭഗവാൻ കൂടെ നിൽക്കുക എന്നുള്ളത് അതിന് പരിഹാരമാണ്. അപ്പോൾ ഇവിടെ രാജസ യോജിതാം ഹസാം യേഷാം, രാജാക്കന്മാരിൽ ഈ പറഞ്ഞ പാപകർമ്മങ്ങളെ, കുറ്റകൃത്യങ്ങളെ, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചതായ ആ ഒരു വെറുപ്പ് അവർക്ക് നൽകി പകർന്നു കൊടുത്തിട്ടുള്ള ഞങ്ങൾക്ക്
ഭഗവാന്റെ ആശയം, ഭഗവാന്റെ പാദകമലങ്ങളെ ആശ്രയിച്ചിട്ട് മാത്രമേ അത് ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലാതെ മറ്റൊരു സാധ്യതയുമില്ല. പാപം പോക്കാൻ യുദ്ധം ചെയ്യുന്നതിൽ പാപം വരുന്നുണ്ട്. പക്ഷേ യുദ്ധം ഈശ്വര ചരണങ്ങളിൽ, ആ കർമ്മത്തെ ഈശ്വര ചരണങ്ങളിൽ, ഭഗവാന്റെ ചരണങ്ങളിൽ അർപ്പിക്കുമ്പോൾ ആ പാപത്തിന് പരിഹാരമായി തീരും. ഏത് കർമ്മവും, സൽക്കർമ്മമാകട്ടെ ദുഷ്കർമ്മമാകട്ടെ, ഭഗവാന്റെ പാദങ്ങൾ സമർപ്പിക്കുക. അത് യുദ്ധം പോലെയുള്ള അതിസങ്കീർണമായ കർമ്മമാണെങ്കിൽ പോലും അതും ഭഗവാന്റെ പാദങ്ങളിൽ ആ കർമ്മവും അർപ്പിക്കുക, അതിൻ്റെ കർത്തൃത്വം അർപ്പിക്കുക, അതിൻ്റെ ഫലവും ഭഗവാനിൽ അർപ്പിക്കുക. ഇതാണ് പരിഹാരം. പക്ഷെ ഭഗവാൻ നമ്മളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് നടക്കുകയില്ലല്ലോ എന്നാണ് കുന്തിദേവി പറയുന്നത്. അപ്പോൾ എല്ലാ കർമ്മങ്ങളുടെയും തങ്ങൾക്ക് നേടിയ എല്ലാ ലാഭവും നഷ്ടവും സുഖവും ദുഃഖവും എല്ലാം തന്നെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് അർപ്പിക്കുക എന്നുള്ളൊരു ആശയമാണ് ഈ വാക്യത്തെ കൊണ്ട് കുന്തിദേവി ഇവിടെ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി 38-ാമത്തെ ശ്ലോകം നോക്കുക. കേ വയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാ ഭവതോ ദർശനം യർഹി ഹൃഷീകാണാമിവേശിതു. ഹൃഷീകാണാം ഈശിതുഃ ഇവ ഭവതഃ അദർശനം യർഹി യദുഭിഃ സഹ പാണ്ഡവാഃ വയം നാമരൂപാഭ്യാം കേ. ഒരു ചോദ്യമാണ്. ഹൃഷീകാണാം ഈശിതുഃ ഇവ. ഹൃഷീകം എന്ന് വെച്ചാൽ ഇന്ദ്രിയം എന്നാണ് അർത്ഥം. ഹൃഷീകേശൻ എന്ന് ഭഗവാന് പേര് വരാൻ കാരണം ഭഗവാൻ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നത് കൊണ്ടും പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ടുമാണ്. അങ്ങനെ ഈ ഇന്ദ്രിയങ്ങൾക്ക് ആരാണ് നാഥൻ? ഉള്ളിലുള്ള ജീവസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. എങ്കിലും അത് പൊതുവെ എന്താണ് പറയുക, നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവാണ്. ഇന്ദ്രിയങ്ങളുടെ ഈശൻ അല്ലെങ്കിൽ ഈശനം, അതിനെ നിയന്ത്രണം ചെയ്യുന്നത്, അതിൻ്റെ ആധിപത്യമാർക്കാണ്? അത് ഉള്ളിലുള്ള നമ്മുടെ ജീവാത്മാവിനാണ്. അപ്പോൾ ആ ജീവാത്മാവ് നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുകയില്ല. ചത്തുപോയാൽ നമ്മുടെ ശരീരം, കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നില്ല, കൈകാലുകൾ അനങ്ങുന്നില്ല, വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല, ഒന്നുമില്ല, എല്ലാം നിശ്ചലമായി തീർന്നു. പ്രാണചലനമില്ല, ഒരു ചലനവും നടക്കുന്നില്ല. കാരണം എന്താണ്? അതിൽ ഈ ചലനം നടത്തിക്കുന്നവനായ ആ ശരീരമെന്ന ക്ഷേത്രത്തിൻ്റെ അധിപനായിട്ടുള്ള ക്ഷേത്രജ്ഞൻ അതിനെ വിട്ടുപോയിരിക്കുന്നു, ചൈതന്യം വിട്ടുപോയിരിക്കുന്നു, അത് ജഡമായി തീർന്നിരിക്കുന്നു. അതുപോലെ എങ്ങനെയാണോ ഹൃഷീകാണാം ഈശിതുഹു ഇവ എന്നതുപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനായ ആ ചൈതന്യ വസ്തുവായിരിക്കുന്ന ജീവാത്മാവ് എന്നതുപോലെ ഭവതഃ അദർശനം ഇർഹി, ഭഗവാന്റെ ദർശനം ഇല്ലാതാവുകയാണെങ്കിൽ, ഭഗവാനെ കൺമുന്നിൽ കാണാതാകുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഭഗവാൻ അകന്നു പോകുന്ന അവസ്ഥയിൽ, യദുഭിഃ സഹ പാണ്ഡവാഹ, യദുക്കളോടൊപ്പം, യാദവ വംശത്തിൽപ്പെട്ട ആളുകളോടൊപ്പം പാണ്ഡവന്മാരും, വയം പാണ്ഡവാഹ, പാണ്ഡവന്മാരായിരിക്കുന്ന ഞങ്ങളും, എന്ന് വെച്ചാൽ എൻ്റെ മക്കളായിരിക്കുന്ന പാണ്ഡവന്മാരും ഞാനും അടക്കമുള്ള ഞങ്ങളുടെ കുടുംബം എന്നർത്ഥം. നാമരൂപാഭ്യാം കേ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? നാമരൂപങ്ങളായിട്ടാണ്, നാമവും രൂപവുമായിട്ടാണ്. ഓരോ വസ്തുവിനും ഓരോ പേരും അതിനൊരു രൂപവുമുണ്ട്. അതാണ് ആ വസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ അസ്തിത്വത്തെ വിളിച്ച് പറയുന്നത്. നാമവും രൂപവുമായിട്ടാണ് ഈ ലോകത്തെ എല്ലാ ദ്രവ്യങ്ങളും നമുക്ക് ദൃശ്യമായി തീരുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആ ഈശ്വര ചൈതന്യം, ശ്രീകൃഷ്ണ ചൈതന്യം നമ്മളെ വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാടുമുള്ള മറ്റ് നാമരൂപങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിന് യാതൊരു വൈശിഷ്ട്യവുമില്ല. അത് മണ്ണോട് ചേരുകയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചൈതന്യം പോയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കും, എറുമ്പുകൾ വന്ന് നമ്മൾ തിന്നാൻ തുടങ്ങും. പിന്നീട് അത് അഴുകിപ്പോകും, ബാക്ടീരിയ പ്രവർത്തിക്കും, മറ്റു അണുക്കൾ പ്രവർത്തിക്കും, അഴുകാൻ തുടങ്ങും, മണ്ണിൽ ലയിച്ച് ചേരാൻ തുടങ്ങും, ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. കാരണം എന്താണ്? ഇത് ഈ പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ജഡവസ്തു തന്നെയാണ്. ഉള്ളിൽ ഈശ്വരൻ ഭഗവാൻ കുടികൊള്ളുന്നത് കൊണ്ടാണ്, ആ ഇന്ദ്രിയങ്ങളുടെ നാഥായിരിക്കുന്ന ജീവചൈതന്യം കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇത് ജീർണിക്കാതെ അനുദിനം വളരുകയും കോശവിഭജനങ്ങൾ നടക്കുകയും വളരുകയും അതുപോലെ പരിണമിക്കുകയും കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരണ നേടുകയൊക്കെ ചെയ്യുന്നത് ജീവചൈതന്യത്തിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. അത് വിട്ടുപോയാൽ
ഇത് ജഡമായി തീരുന്നത് പോലെ, ഒന്നുമല്ലാതായി തീരുന്ന പോലെ, അത് സാധാരണ കല്ലും മണ്ണും മരവും വെള്ളവും വായുവും പോലെ നിർജീവ വസ്തുവായിട്ട് ജഡവസ്തുവായിട്ട് മാറി ഈ നാമരൂപങ്ങളായിട്ട് നമുക്കിവിടെ പ്രത്യക്ഷമായിട്ടിരിക്കുന്ന ജഡവസ്തുക്കളിൽ നിന്നും ഈ ഞങ്ങൾക്ക് പാണ്ഡവന്മാരെന്നും യാദവന്മാരെന്നും അഭിമാനിക്കുന്നവരായിട്ടുള്ള ഞങ്ങൾക്ക് ആ ജഡവസ്തുക്കളിൽ ഒരു ജഡവസ്തു എന്നല്ലാതെ മറ്റൊരു സ്ഥാനവും അവിടെ ഉണ്ടാവുകയില്ല. അതാണ് നാമരൂപാഭ്യാം വയം ഈ നാമരൂപങ്ങളിൽ ഞങ്ങൾ പിന്നെ ആരാണ് ഇവിടെ? ഞങ്ങൾ ആരുമല്ല. മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കില്ല. മരിച്ചു കഴിഞ്ഞാളിനെ ആ മനുഷ്യൻ എന്ന് പറയില്ല, അയാൾ എന്ന് പറയില്ല, അദ്ദേഹം എന്ന് പറയില്ല, അച്ഛനെ അച്ഛൻ എന്ന് പറയില്ല, അമ്മയെ അമ്മ എന്ന് പറയില്ല, ഭാര്യ എന്ന് പറയില്ല. എന്ത് പറയും? അത് എന്ന് പറയും. നമ്മൾ ഒരു ജഡവസ്തുവിനെ പറയുമ്പോൾ അത് എടുത്ത് കൊണ്ടുപോയി അതിനെ നമ്മൾ ശ്മശാനത്തിൽ കൊണ്ടുപോയി ദഹിപ്പിക്കും, അല്ലേ? എല്ലാം അത് എന്നായിട്ട് മാറും. അത് ജഡവസ്തുവായിട്ട് മാറും, ജഡമായിട്ട് മാറും, ശവമായിട്ട് മാറും. ആ വ്യക്തിയാണ് അത് എന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് കത്തിച്ച് കളയുന്നത്. അപ്പോൾ അതുപോലെ ഒരു അനേകായിരം വരുന്ന ജഡവസ്തുക്കളിലുള്ള ഒരു ജഡവസ്തുവായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നു. ഭഗവാന്റെ സാന്നിധ്യമില്ലെങ്കിൽ, ഭഗവാൻ നമ്മളുടെ കൺവെട്ടത്തില്ലെങ്കിൽ, ഭഗവാന്റെ സാമീപ്യവും സാന്നിധ്യവും നമ്മൾ അറിയുന്നില്ലെങ്കിൽ, ഭഗവാൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഈ ഒരു അവസ്ഥ, ജീവച്ഛവമായി തീരുന്ന അവസ്ഥ ഭഗവാൻ നമ്മളെ വിട്ടുപോയാൽ ഞങ്ങൾക്കുണ്ടാകുമല്ലോ ഭഗവാനെ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഇല്ലെങ്കിൽ ഈ ശരീരത്തിന് പ്രവർത്തന ശക്തിയില്ല എന്ന് മാത്രമല്ല, യദുഭിഹി സഹ പാണ്ഡവാഹ, പാണ്ഡുവിൻ്റെ കുലത്തിൽ ജനിച്ചവർ, യദുവിൻ്റെ കുലത്തിൽ ജനിച്ചവർ കുലം കൊണ്ട് മഹിമയുള്ളവരാണ്, ശ്രേഷ്ഠരാണ്, പരാക്രമികളാണ്, ശൗര്യമുണ്ട്, കീർത്തിയുണ്ട്, ഐശ്വര്യമുണ്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ഭഗവാന്റെ അനുകമ്പയില്ലെങ്കിൽ, ഭഗവാന്റെ ആശ്രയമില്ലെങ്കിൽ, ഭഗവാന്റെ കൃപയില്ലെങ്കിൽ ഇവയൊക്കെ തന്നെ നിഷ്പ്രയോജനമായി തീരും. കാരണം ഇവരൊക്കെ പല ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഭഗവാന്റെ അസാന്നിധ്യത്തിലാണ് ചൂതുകളി നടന്നതും വലിയ കൊടിയ ദുഃഖങ്ങൾ ഉണ്ടായതൊക്കെ തന്നെ. അതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിജയം കൈവശമൊക്കെ എങ്ങനെയാണ്? ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അതാണ് അർജുനൻ വിപ്ര സൂനുവിൻ്റെ ബ്രാഹ്മണപുത്രന്മാരെ തിരിച്ചു കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ തൻ്റെ അഹന്ത കൊണ്ട് കാര്യം നടന്നില്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പ്രതിജ്ഞ നിറവേറ്റാൻ സാധിച്ചപ്പോൾ അർജുനൻ പറഞ്ഞു, ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തിൻ്റെ അവസാനം പറയുന്നു അർജുനൻ, യത് കിഞ്ചിത് പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുകമ്പിതം. എൻ്റെ പൗരുഷം, എൻ്റെ പാശുപതാസ്ത്രം, ദിവ്യാസ്ത്രങ്ങളൊക്കെ ഞാൻ നേടിയിട്ടുണ്ടായിരുന്നു, ദിവ്യശക്തി ഉണ്ടായിരുന്നു, അന്തർധാനം മുതലായിട്ടുള്ള യോഗ ക്രിയകളൊക്കെ അറിയാമായിരുന്നു, ദേവന്മാരെ പോലും യുദ്ധത്തിൽ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു, സകല ലോകങ്ങളിലും പോകാൻ സാധിക്കും, ഇന്ദ്രലോകം, ചന്ദ്രലോകം, വായുലോകം, വരുണലോകം ഒക്കെ പോകാനുള്ള ശക്തി, യോഗശക്തി ഉണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ആ ബ്രാഹ്മണ ശിശുക്കളെ കൊണ്ടുവരാൻ സാധിച്ചില്ല. കാരണം എന്താണ്? എൻ്റെ പൗരുഷം വ്യർത്ഥമാണ്. ആ പൗരുഷം പ്രവർത്തിക്കുന്നത് എപ്പോഴാണ്? കൃഷ്ണാനുകമ്പിതം മേനെ, കൃഷ്ണന്റെ അനുകമ്പ അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴാണ് അത് പ്രവർത്തനത്തിന് സജ്ജമാകുന്നത്, അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായി തീരുന്നു. അപ്പോൾ യദുക്കളായിട്ടുള്ള അവരും അങ്ങയുടെ വംശക്കാരും പാണ്ഡവന്മാരായിട്ടുള്ള ഞങ്ങളും അങ്ങില്ലെങ്കിൽ അനാഥരാണ്, അങ്ങയുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ സനാഥരായിരിക്കുന്നു എന്നുകൂടി കുന്തിദേവി പറയുകയാണ്. ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ് എന്നർത്ഥം. ഇനി നമുക്ക് 39ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. നേയം ശോഭിഷ്യതേ തത്ര യഥേദാനീം ഗദാധര ത്വത്പദൈരങ്കിതാ ഭാതി സ്വലക്ഷണ വിലക്ഷിതൈ. ഹേ ഗദാധര, സ്വലക്ഷണ വിലക്ഷിതൈ ത്വത്പദൈ അങ്കിതാ ഇദാനീം യഥാ ഭാതി ഇയം തത്ര തഥാ ന ശോഭിഷ്യതേ. ഹേ ഗദാധര, അലയോ ഗദയെ ധരിച്ചിരിക്കുന്നവനെ, ഭഗവാന്റെ കൗമോദകി ഇന്ന് പ്രസിദ്ധമായ ഗദ, ഗദാധാരിയായിട്ടിരിക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ ലോകരക്ഷണം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ കയ്യിൽ തൻ്റെ ശസ്ത്രം, തൻ്റെ ഏറ്റവും പ്രസിദ്ധമായ അസ്ത്രത്തെ സുദർശനം ഭഗവാന് ഇഷ്ടപ്പെട്ടതാണ്. ഗദ, കൗമുദി എന്ന ഗദ ഭഗവാന്റെ ദൈതാം സ്മരേത, കൗമുദകീം ഭഗവതോ ദൈതാം സ്മരേത എന്ന് കാവ്യത്തിൽ പറയുന്നുണ്ട്. ഭഗവാന് പ്രിയപ്പെട്ടവളാണ് ഭഗവാന്റെ ഗദ. സ്ത്രീലിംഗത്തിലാണ് ഈ ഗദ എന്നുള്ള പേര്. അതുകൊണ്ടാണ് ദൈതാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവളായ ആ ഗദയെയും നമ്മൾ സ്മരിക്കണം എന്ന് പറയുന്നു. ആ ഭഗവാന്റെ തന്നെ ശരീരത്തിന്റെ ഭാഗമാണ് ആ ഗദ.
ആ ഗതയെ ധരിച്ചിരിക്കുന്നവൻ ശത്രുനിഗ്രഹത്തിന് വേണ്ടിയിട്ട്, ദുഷ്ടനിഗ്രഹത്തിന് വേണ്ടിയിട്ട് ആയുധം ധരിച്ചിരിക്കുന്നവനായ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദങ്ങൾ പതിഞ്ഞതുകൊണ്ടാണ് ഈ ഭൂമി ഐശ്വര്യ സമൃദ്ധമായിട്ടിരിക്കുന്നത്. സ്വലക്ഷണ വിലക്ഷിതൈഹി ത്വത്പദൈഹി അങ്കിതാ ഭൂമി. ഭൂമി എന്ന ശബ്ദം അവിടെ ഇല്ലെങ്കിൽ പോലും ഭൂമിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സ്വലക്ഷണ വിലക്ഷിതൈഹി, ഭഗവാന്റെ പാദങ്ങൾ എങ്ങനെയുള്ളതാണ്? സ്വന്തമായ ചില ലക്ഷണങ്ങളുണ്ട്. മറ്റുള്ളവരുടെ പാദങ്ങളിൽ ഇല്ലാത്ത ലക്ഷണങ്ങൾ ഭഗവാന്റെ പാദങ്ങളിലുണ്ട്. അതാണ് സ്വലക്ഷണങ്ങളെ കൊണ്ട് വിലക്ഷിതമായ, സ്വന്തം ലക്ഷണങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളെ കൊണ്ട് എന്നാണ്. സ്വലക്ഷണ വിലക്ഷിതൈഹി. എന്താണ് ഈ സ്വലക്ഷണങ്ങൾ? അബ്ജം, യവം, അങ്കുശം മുതലായ തോട്ടിയുടെ ചിഹ്നം. അങ്കുശം താമര, അബ്ജം എന്ന് വെച്ചാൽ താമര. അതുപോലെ യവം എന്ന് പറയുന്ന ധാന്യത്തിന്റെ കതിര്, പതാക, ഇങ്ങനെ നിരവധി ദിവ്യമായ ചിഹ്നങ്ങൾ ഭഗവാന്റെ കാലടിയിൽ കാണാൻ സാധിക്കും. ഭഗവാൻ ആ കാലടി വെച്ച് നടക്കുമ്പോൾ ആ ചിഹ്നങ്ങൾ ഭൂമിയിൽ പതിഞ്ഞ്, ആ ഭൂമിയിൽ ഭഗവാന്റെ കാല് പതിഞ്ഞിടങ്ങളിൽ ഭഗവാന്റെ ആ മുദ്ര പതിഞ്ഞിട്ടുണ്ടാകും. സീല് വെച്ചതുപോലെ ഈ ചിഹ്നങ്ങൾ അവിടെ കാണാം. അതാണ് ഭഗവാന്റെ പാദമുദ്രകളുടെ പ്രത്യേകത. അങ്ങനെയുള്ള മുദ്രകളെ കൊണ്ട് സ്വന്തമായ ലക്ഷണങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ഭഗവാന്റെ ത്വത്പദൈഹി. സാധാരണ നമ്മൾ കാലുകൾ എന്ന് പറയുമ്പോൾ 2 കാലുകളെ നമുക്കുള്ളൂ. ഭഗവാനും പ്രത്യക്ഷമായിട്ട് കാണുമ്പോൾ 2 കാലുകളെ ഉള്ളൂ. പക്ഷേ ഇവിടെ ത്വത്പദൈഹി, ഭഗവാന്റെ കാലുകൾ ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 2-ലധികം ഉണ്ടാകുമ്പോഴാണ് സംസ്കൃതത്തിൽ ബഹുവചനം പ്രയോഗിക്കുക. ഇപ്പോൾ ഭഗവാന് 2-ലധികം കാലുണ്ടോ എന്ന് ചോദിച്ചാൽ ഭഗവാന് കാലുകൾ അധികമുണ്ട്. കാരണം ഭഗവാൻ ഇരുകാലിയല്ല, ഇരുകയ്യനുമല്ല. ഇതാണ് ഭഗവാന്റെ സ്വരൂപം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. സഹസ്രമുഖം, ആയിരക്കണക്കിന് മുഖങ്ങളും ആയിരക്കണക്കിന് കൈകളും ആയിരക്കണക്കിന് കണ്ണുകളും ആയിരക്കണക്കിന് കാലുകളും. 1000 എന്ന് പറയുന്ന ഒരു സംഖ്യ നമ്മൾ ക്ലിപ്തപ്പെടുത്തി എന്നല്ലാതെ ഭഗവാന്റെ കൈകളുടെ എണ്ണം എത്രയാണ്? അസംഖ്യം, അനന്തമായിരിക്കുന്ന കൈകളോടും അനന്തമായ കാലുകളോടും അനന്തമായ കണ്ണുകളോടും അനന്തമായ തലകളോടും കൂടിയിട്ടുള്ളവരാണ് ഭഗവാൻ. കാരണം എന്താണ്? ഈ ബ്രഹ്മാണ്ഡം മുഴുവനും ഭഗവാന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഭഗവാന്റെ ശക്തിയുടെ കോടിയിൽ ഒരു അംശം കൊണ്ടാണ് ഭഗവാൻ ഈ ബ്രഹ്മാണ്ഡമായിട്ട് വികസിച്ച് നിൽക്കുന്നത്. ഇതിനേക്കാൾ 1 കോടി ഇരട്ടിയെങ്കിലും, അങ്ങനെ പറയുന്നത് പോലും സത്യത്തിൽ ഭഗവാന്റെ ശക്തിയെ നമ്മൾ പരിമിതപ്പെടുത്തലാണ്. 1 കോടി 10 കോടി എന്ന് പറഞ്ഞിട്ടൊന്നും ഭഗവാനെ, അതുകൊണ്ട് ഭഗവാനെ അപരിമിതനായിരിക്കുന്ന ശക്തിയുടെ ഉടമയാണ് ഭഗവാൻ എന്ന് പറയണം. പക്ഷെ നമ്മളൊരു മനസ്സാക്കാൻ വേണ്ടി പറയും കോടിയിൽ ഒരു അംശം കൊണ്ട് ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന്. അത്രയും അനന്തമഹിമാവായിരിക്കുന്ന ആ ഭഗവാന് എന്തുണ്ട്? അനേകം കാലുകളുണ്ട് എന്ന് സങ്കല്പിച്ചാൽ തെറ്റില്ല. അല്ലെങ്കിൽ ഭഗവാന്റെ ത്വത്പദൈഹി, പദം എന്നുള്ളതിന് ഇവിടെ ചുവട് എന്ന അർത്ഥം എടുത്തു കഴിഞ്ഞാലും തെറ്റില്ല. അനേകം ചുവടുകൾ, ഭഗവാന്റെ ഈ കാൽപ്പാടുകൾ പതിച്ചുകൊണ്ടുള്ള ഭഗവാന്റെ ഈ ചുവട് വയ്പ്പുകളിലൂടെ അങ്കിതമായ ഭൂമി, അടയാളപ്പെടുത്തപ്പെട്ട ഭൂമി. ഇതാ ഭഗവാൻ സഞ്ചരിച്ചതായ പല സ്ഥലങ്ങളിലും ശ്രീപാദ പാറയൊക്കെ ഉണ്ട്. ഭഗവാന്റെ പാദം പതിഞ്ഞ പാറ പല ദിവ്യക്ഷേത്രങ്ങളിലും കാണാൻ സാധിക്കും. അപ്പോൾ ഭഗവാന്റെ പാദം ഇവിടേക്ക് പതിഞ്ഞിട്ടുണ്ട് എന്ന് സങ്കല്പിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ പുണ്യഭൂമിയായിട്ട് കരുതുന്നത്. അങ്ങനെ ഭഗവാന്റെ പാദ ചിഹ്നങ്ങൾ പതിഞ്ഞതായ ഈ ഭൂമി ഇതാനീം യഥാഭാതി, ഇപ്പോൾ ഭഗവാന്റെ പാദചിഹ്നങ്ങൾ കൊണ്ട് യഥാഭാതി, എങ്ങനെയാണോ ശോഭിക്കുന്നത്, യം തത്ര തഥാ ന ശോഭിഷ്യത, ഭഗവാൻ ഇല്ലെങ്കിൽ, ഭഗവാൻ ഈ ഭൂമിയെ വിട്ട് പോയി കഴിഞ്ഞാൽ തത്ര, അവിടെ ആ സന്ദർഭത്തിൽ ഇതുപോലെ ശോഭിക്കുകയില്ല, ഭൂമി ശോഭിക്കുകയില്ല, ഭൂമി ദുഃഖിതയായി തീരും. ഭഗവാൻ വിട്ടുപിരിഞ്ഞു പോയാൽ ഈ ഭൂമിക്ക് ഐശ്വര്യമില്ല, ഭൂമിക്ക് സമൃദ്ധിയില്ല, ഭൂമിയുടെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അസ്തമിച്ചു പോകും. സർവഗുണസമ്പന്നനായ അനന്തഗുണ മഹാത്മനായിട്ടുള്ള ഭഗവാന്റെ അസാന്നിധ്യത്തിൽ ഈ ഭൂമി എങ്ങനെ ശോഭിക്കാനാണ് എന്ന് പറയുകയാണ്. ആ ഭഗവാന്റെ അപ്രതിമ പ്രഭാവനായ ഭഗവാന്റെ ഗുണങ്ങളെയാണ് ഇവിടെ കുന്തിദേവി സ്തുതിക്കുന്നത്, വർണ്ണിക്കുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് 40-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഇമേ ജനപദാ സ്വൃദ്ധാ സുപക്വൗഷധിവീരുധ വനാദ്രിനദ്യുതന്വന്തോ ഹേധന്തേ തവ വീക്ഷിതൈ. 40-ാമത്തെ ശ്ലോകത്തിൽ
കുന്തിദേവി പറയുന്നു, സുവക്വൗഷധി വീരുധ വനാദ്രിനദ്യുതന്വന്ത ഇമേ ജനപദാഹ തവ വീക്ഷിതൈഃ സ്പൃദ്ധാഃ ഏധന്തേ ഹി. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. ഭഗവാന്റെ പാദകമലങ്ങൾ പതിയുന്നത് കൊണ്ടാണ് ഈ ഭൂമി ശോഭിക്കുന്നത് എന്ന് പറഞ്ഞു. അതില്ലെങ്കിൽ ഈ ഭൂമി ശോഭിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇനി ഭഗവാന്റെ വീക്ഷണങ്ങൾ, ഭഗവാന്റെ കണ്ണുകൊണ്ടുള്ള കൃപാകടാക്ഷം കൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത്? സുപക്വ ഔഷധി വീരുധ, സുപക്വമായ സുഷ്ഠുവായിട്ട് നല്ല രീതിയിൽ പാകം വന്നതാ, പഴുത്തതായ അല്ലെങ്കിൽ പാകം വന്ന് കിടക്കുന്നതായ ഔഷധച്ചെടികൾ, ഔഷധി വീരുധ, ഔഷധങ്ങൾ നിലകൊള്ളുന്നതായ, ഔഷധങ്ങളെ വഹിക്കുന്നതായ ചെടികളൊക്കെ തന്നെ. അതുപോലെ വന ആദ്രി നദ്യുതന്വന്ത, വനം, ആദ്രി, നദി, ഉദന്വാൻ എന്ന് വെച്ചാൽ സമുദ്രം, ജലാശയം എന്നും സമുദ്രം എന്നും വിശേഷമായ അർത്ഥം. വനം, കാടുകള്, പർവ്വതങ്ങള്, നദികള്, സമുദ്രങ്ങള്. ചെടികൾ മാത്രമല്ല, കാട്, നദികള്, പർവ്വതങ്ങള്, സമുദ്രങ്ങള്, അതുപോലെ ഇമേ ജനപദാഹ, ഈ ജനപദങ്ങൾ, ആളുകൾ താമസിക്കുന്ന, ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നതായ ഈ രാഷ്ട്രങ്ങൾ, ഈ ജനപദങ്ങൾ, തവ വീക്ഷിതൈഹി, അങ്ങയുടെ വീക്ഷണങ്ങളെ കൊണ്ട്, അങ്ങയുടെ കൃപയാർന്ന അങ്ങയുടെ കണ്ണുകൊണ്ടുള്ള നോട്ടങ്ങളെ കൊണ്ട്, സ്വൃദ്ധാഹ, സു കൂട്ടണം വൃദ്ധാഹ അല്ലെ ഇർദ്ധാഹ, സുഷ്ടുവായിട്ട് വളരുന്നു, വളർന്നവയായി തീർന്നിരിക്കുന്നു. ഏതന്തേ, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങയുടെ കണ്ണോട്ടം കൊണ്ടാണ് ഇവിടെ കാട്ടിൽ വൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു, പർവ്വതങ്ങളൊക്കെ തന്നെ നദികളെ വഹിച്ചുകൊണ്ട്, അതിമനോഹരമായിട്ടുള്ള നദികൾ, ആ ജലപ്രവാഹം കൊണ്ട് ഈ ഭൂമി സമ്പുഷ്ടമായി തീരുന്നതും, സമുദ്രത്തിൽ ആ ജലം നിറഞ്ഞു നിൽക്കുന്നതും, പർവ്വതങ്ങൾ തലയുയർത്തി നിൽക്കുന്നതും, അതുപോലെ ചെടികളിൽ ഔഷധവീര്യം വഹിച്ചുകൊണ്ട് ചെടികൾ നിലകൊള്ളുന്നതും, അതുപോലെ ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾ സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ആധ്യാത്മികമായിട്ടൊക്കെ തന്നെ നിരന്തരമായിട്ട് ആ ശാരീരിക, മാനസിക, ബൗദ്ധികമായ വളർച്ചയോടുകൂടി, ആത്മീയമായ വളർച്ചയോട് കൂടിയിട്ട് നിരന്തരമായിട്ട് മുന്നേറുന്നത് ഭഗവാന്റെ കാരുണ്യം പൊഴിയുന്ന കടാക്ഷങ്ങൾ പതിയുന്നത് കൊണ്ടാണ്. എല്ലാ കാലത്തും അതെ. അതുകൊണ്ട് ഭഗവാന്റെ കടാക്ഷങ്ങൾ എന്നും ഞങ്ങളിൽ ഉണ്ടാകണം, ഈ ഭൂമിയിൽ ഉണ്ടാകണം എന്നാണ് കുന്തിദേവിയുടെ പ്രാർത്ഥന. ഇനി 41-ാമത്തെ ശ്ലോകം നോക്കുക. അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ഛിന്ധി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ഹേ വിശ്വേശ, ഹേ വിശ്വാത്മൻ, ഹേ വിശ്വമൂർത്തേ, സ്വകേഷു മേ പാണ്ഡുഷു വൃഷ്ണിഷു ദൃഢം ഇമം സ്നേഹപാശം ഛിന്ധി. അല്ലയോ വിശ്വേശ, അല്ലയോ ഈ വിശ്വത്തെ ഈശനം ചെയ്യുന്നവനെ, ഈ വിശ്വത്തെ നിയന്ത്രിക്കുന്നവനെ, ഇതിൻ്റെ അധിപതിയായിരിക്കുന്നവനെ, അല്ലയോ വിശ്വാത്മൻ, വിശ്വത്തിൻ്റെ ആത്മാവായിരിക്കുന്നവനെ, വിശ്വസ്വരൂപിയായിരിക്കുന്ന വിശ്വമൂർത്തെ, വിശ്വത്തിൻ്റെ രൂപത്തെ പ്രാപിച്ചവനെ. വിശ്വം എന്ന വാക്കിന് അർത്ഥം തന്നെ അങ്ങനെയാണ്. ഭഗവാൻ വിശതി എന്നാണ്. ഭഗവാൻ സൃഷ്ടിച്ച് ആ സൃഷ്ടിച്ച വസ്തുവിൽ ഭഗവാൻ അതിൽ കടന്നുകൂടിയിരിക്കുന്നു. അതിൻ്റെ ആളായിട്ട്, അതിൻ്റെ നാഥനായിട്ട് ഭഗവാൻ തന്നെയാണ്. തൻ്റെ സൃഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഭഗവാൻ തന്നെ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാനെ വിശ്വം, വിഷ്ണു, വഷൾക്കാരോ തുടങ്ങിയ നാമങ്ങളിലൂടെ നമ്മൾ ആരാധിക്കുമ്പോൾ അത് ആദ്യത്തെ നാമം വിശ്വം എന്നാണ്. ഭഗവാൻ തന്നെ വിശ്വമാണ് എന്ന് വെച്ചാൽ ഭഗവാൻ ഇതിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഭഗവാൻ വിശ്വമൂർത്തിയാണ്. വിശ്വത്തിൻ്റെ രൂപത്തെ ധരിച്ചവനാണ്, വിശ്വത്തിൻ്റെ ആത്മസ്വരൂപനാണ്, വിശ്വത്തിൻ്റെ നായകനാണ്. അതുകൊണ്ട് ഭഗവാൻ എല്ലാം ചെയ്യാൻ കെൽപ്പുള്ളവനാണ്, ശക്തിയുള്ളവനാണ്. അതുകൊണ്ട് ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഭഗവാന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് കുന്തിദേവിയുടെ പ്രാർത്ഥന എന്താണ്? സ്വകേഷു പാണ്ഡുഷു വൃഷ്ണിഷു, സ്വന്തക്കാരായിട്ടുള്ള പാണ്ഡുക്കൾ എന്ന് വെച്ചാൽ പാണ്ഡവന്മാരിലും, വൃഷ്ണിഷു യാദവന്മാരിലും,
എനിക്കുള്ളതായ ദൃഢം ഇമം സ്നേഹപാശം, ഉറപ്പുള്ളതായ ഈ സ്നേഹമാകുന്ന കയറിനെ ചിന്തി ഛേദിച്ചു കളയോ, മുറിച്ചു കളയോ. കാരണം അങ്ങയെ പ്രാപിക്കാൻ, ഈശ്വരനെ, സർവേശ്വരനായ ഭഗവാനെ പ്രാപിക്കാൻ തടസ്സമായി നിൽക്കുന്നത് സ്വജനങ്ങളോടുള്ള സ്നേഹപാശം കൊണ്ട് കെട്ടിയിരിക്കുന്നു. കെട്ടിയിട്ട പശുവിന് പിന്നെ അകലെയുള്ള പുല്ല് പോയി തിന്നാൻ പറ്റുമോ? ഇല്ലല്ലോ. ആ കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്തുള്ള പുല്ലും അത് ആ വസ്തുക്കൾ മാത്രമല്ലേ തിന്ന് കൂടാൻ സാധിക്കുകയുള്ളൂ. സ്വതന്ത്രമായിട്ട് സ്വച്ഛന്തമായി വിഹാരം ചെയ്ത് എല്ലായിടത്തും ചെന്ന് ആ സസ്യങ്ങൾ, ചെടികൾ, ഇലകൾ, അതുപോലെ പുല്ലൊക്കെ തിന്നിട്ട് ജീവിക്കുക എന്ന് പറയുന്ന സ്വാതന്ത്ര്യം, സ്വച്ഛന്തത, അതിൻ്റെ മുക്തി, അതിൻ്റെ മോചനം എന്ന് പറയുന്നപ്പോഴാണ് അതിൻ്റെ ഈ പാശം കയറഴിച്ചു വിടുമ്പോഴാണ്, കയറ് മുറിച്ചു വിടുമ്പോഴാണ് ആ പശു സ്വതന്ത്രയാകുന്നത്. അതുപോലെ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിലങ്ങായിട്ടിരിക്കുന്ന എന്താണ്? സ്വന്തം മക്കളായ പാണ്ഡവന്മാരോട്, സ്വന്തം ബന്ധുക്കളായിട്ടിരിക്കുന്ന സോമവംശ രാജാക്കന്മാരോടും യാദവന്മാരോട്, തൻ്റെ സഹോദരൻ്റെ, തൻ്റെ അച്ഛൻ്റെ വംശമായിട്ടുള്ള ആ കുന്തിഭോജൻ്റെ അല്ലെങ്കിൽ ശൂരസേനൻ്റെ വംശക്കാരായിട്ടുള്ള ആ യാദവന്മാരുമായിട്ടുള്ള സ്നേഹമാകുന്ന കയറ്, സ്നേഹം കൊണ്ടുള്ള കയറ്, ബന്ധനം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ ബന്ധുക്കൾ എന്ന് വിളിക്കുന്നത്. ആ ബന്ധുക്കളാണ് നമ്മളെ ഇഹലോകത്തോട് പിടിച്ചു കെട്ടിയിടുന്നത്. ആഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ ബന്ധുക്കളാണ്. അവരുമായിട്ട് സ്നേഹപാശത്തെ, സ്നേഹബന്ധനത്തെ വിച്ഛേദിച്ചാൽ മാത്രമേ നമുക്ക് ജഗത്ബന്ധു ആയിരിക്കുന്ന ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവാനിലേക്കാകണം നമ്മുടെ സ്നേഹപാശം കൊണ്ട് കെട്ടുന്നത്. ഭഗവാനുമായിട്ട് നമ്മുടെ ഹൃദയത്തെ ബന്ധിക്കാൻ സാധിക്കണം. ഭഗവാനാകുന്ന ആ ഭഗവാൻ എന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എങ്ങനെയാണോ യശോദ ആ ഉണ്ണിക്കണ്ണനെ ഉരലിനോട് ചേർത്ത് കിട്ടിയത്, അതുപോലെ നമ്മുടെ ഹൃദയമാകുന്ന ഉരലിൽ ഉണ്ണിക്കണ്ണനെ ഭക്തിയാകുന്ന കയറ് കൊണ്ട് നമ്മൾ പിടിച്ചു കിട്ടിയിടുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ജീവനെ ഭക്തിയാകുന്ന കയറ് കൊണ്ട് ഭഗവാനാകുന്ന ഉരലിൽ പിടിച്ചു കിട്ടിയിടണം. രണ്ടു തരത്തിലും സങ്കല്പിക്കാം. അപ്പോൾ ആ ബന്ധനം ഭഗവാനോട് ചേർത്തിട്ടായിരിക്കണം ബന്ധിക്കുന്നത്. ഇവിടെ നശ്വരങ്ങളായിരിക്കുന്ന സ്വജനങ്ങളായിരിക്കുന്ന, സ്വജനങ്ങൾ എന്ന് പറയുന്ന സ്വജനാഖ്യ ദസ്യു എന്നാണ്. സ്വജനങ്ങൾ എന്ന് പറയുന്ന കള്ളന്മാർ, നമ്മൾ ചത്തുകഴിഞ്ഞാൽ നമ്മുടെ സ്വത്ത് അപഹരിക്കാൻ വേണ്ടി അവസരം പ്രാപ്തിരിക്കുന്ന ദസ്യുക്കളാണ്, കള്ളന്മാരാണ് ചുറ്റുപാടുമുള്ള ഈ ബന്ധുക്കളൊക്കെ തന്നെ. അതുകൊണ്ട് അവരിൽ നിന്നും രക്ഷ നേടണം. അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തെ വിട്ടിട്ട് ഭഗവാനിലേക്ക് നിരുപാധികമായിട്ട് ഭഗവാനിൽ ചെന്ന് ലയിച്ചു ചേരാൻ സാധിക്കണം. അതിനുവേണ്ടിയിട്ട് ഈ സ്നേഹഭാഷ, ഇവിടുത്തെ സ്നേഹ കയറി ഇവിടെ മുറിച്ചു തരുമോ ഭഗവാനെ? അത് മുറിച്ചു തരാൻ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അഭ്യാസ വൈരാഗ്യങ്ങളെ കൊണ്ട് സാധിക്കും എങ്കിലും അഭ്യാസ വൈരാഗ്യങ്ങൾ നേടാൻ ശക്തിയില്ലാത്തവർ എന്ത് ചെയ്യണം? ഭഗവാനെ ആശ്രയിച്ചേ പറ്റൂ എന്നാണ്. അത് ആ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ടാണ് കുന്തിദേവിയെ പ്രാർത്ഥിക്കുന്നത്. അടുത്ത ശ്ലോകത്ത് കുന്തിദേവി എന്താണ് പറയുന്നത്? ത്വയി മേനന്യ വിഷയാമതിർമധുപതേ സകൽ രതിമുദ്വഹതാദദ്ധാ ഗംഗേ വൗഘമുദന്വതി. പറയുന്നു, മധുപതേ, ഹേ മധുപതേ, മേ മതി അനന്യവിഷയാ ത്വയി ഗംഗാ ഉദന്വതി ഓഘം ഇവ രതിം അസകൃത് ഉദ്വഹതാത്. അല്ലയോ മധുപതേ. മധുപതി എന്ന് വെച്ചാൽ മധുര പ്രിയെ പാലിക്കുന്നവനാകാം, അല്ലെങ്കിൽ മധു എന്ന് പറയുന്ന അസുരനെ വധിച്ചവൻ, അല്ലെങ്കിൽ മാധുര്യഭാവം ഉള്ളവൻ എന്നൊക്കെ അർത്ഥം. അങ്ങനെയുള്ള ആ മധുപതിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, മേ മതിഹി, എൻ്റെ ഈ മതി, എൻ്റെ ബുദ്ധി, എൻ്റെ അന്ധക്കരണം അല്ലെങ്കിൽ എൻ്റെ മനസ്സ്, അനന്യവിഷയ, അനന്യവിഷയമായിട്ട് അങ്ങയിലേക്ക് ചെന്ന് ചേരണമെന്നാണ്. അനന്യവിഷയം എന്ന് വെച്ചാൽ മറ്റൊരു വിഷയത്തിലേക്ക് എൻ്റെ മനസ്സ് വ്യതിചലിച്ച് പോകാതെ ഭഗവാനിലേക്ക് തന്നെ എൻ്റെ മനസ്സിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടണം. ഭഗവാനാകുന്ന ആ സമുദ്രത്തിലേക്ക് എൻ്റെ മനസ്സാകുന്ന ആ കൊച്ചരുവി ചെന്ന് ലയിച്ചു ചേരുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചത്. അനന്യവിഷയം. അപ്പോൾ മറ്റതിൻ്റെ ഗതി മാറി ഒഴുകിയാലോ അത് ആ കടലിൽ എത്തിച്ചേരുകയില്ല. അതുകൊണ്ട് ഭഗവാനാകുന്ന മഹാസാഗരത്തിലേക്ക് തന്നെ എൻ്റെ മനസ്സിൻ്റെ പ്രവാഹം അനന്യഭാവത്തോടു കൂടി മറ്റൊന്നിനെയും ആശ്രയിക്കാതെ, അന്യമായ മറ്റൊരു വിഷയത്തെ ആശ്രയിക്കാതെ ഭഗവാനെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങണം. എങ്ങനെ? ഗംഗാ ഉദന്വതി ഓഘം ഇവ ഉദ്വഹതാത്. ഗംഗാനദി
ഉദന്വതി, ഉദന്വാൻ എന്ന് വെച്ചാൽ സമുദ്രം, അതിൻ്റെ സപ്തമിയാണ് ഉദന്വതി. സമുദ്രത്തിൽ ഓഘം യഥാ ഉദ്വഹതാത്, ഓഘം എന്ന് വെച്ചാൽ തൻ്റെ പ്രവാഹം അല്ലെ തൻ്റെ ആ ജലത്തിൻ്റെ സമൂഹം അല്ലെ ജലത്തിൻ്റെ ആ ഒരു വലിയ അളവ്. ഓഘം എന്നതിന് പൂരം എന്നാണ് ശ്രീധരാചാര്യ സ്വാമികൾ അർത്ഥം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ജലത്തിൻ്റെ വലിയ ആ ഒരു സമൂഹം, ജലത്തിൻ്റെ വലിയൊരു അളവ് ജലം. ഗംഗാനദിയാണ് ഒരുപക്ഷെ ഏറ്റവും വെള്ളം സമുദ്രത്തേക്ക് അങ്ങനെ കടത്തിവിടുന്നത്. സമുദ്രത്തെ നിറക്കുമാറുള്ള ഒരു ഗംഭീരമായ ജലപ്രവാഹമാണ് ഗംഗാനദി സമുദ്രത്തിൽ ചെന്ന് സമർപ്പിക്കുന്നത്. അതുപോലെ എൻ്റെ എൻ്റെ ബുദ്ധിയും മറ്റൊരു ലക്ഷ്യവുമില്ലാതെ മറ്റൊരു ലക്ഷ്യത്തെയും ചിന്തിക്കാതെ ഭഗവാനാകുന്ന ഏകലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യണം? എൻ്റെ മനസ്സിൻ്റെ ചിന്തകളാകുന്ന വിചാരങ്ങളാകുന്ന ആ പ്രവാഹധാരയെ, ആ ജലധാരയെ മുഴുവനായിട്ടും ഭഗവാനാകുന്ന ആ നീലസാഗരത്തിൽ ചെന്ന് ലയിച്ച് ചെയ്യണമേ. അങ്ങനെ വഹിച്ച് കൊണ്ടുപോകട്ടെ. ഉദ്വഹതാത്, അതിനെ ഉയർത്തിക്കൊണ്ടുപോയി വഹിച്ച് ആ സമുദ്രത്തിൽ കൊണ്ട് സമർപ്പിക്കപ്പെടട്ടെ. എങ്ങനെയാണോ ഗംഗാനദി തൻ്റെ ആ ജലപ്രവാഹത്തിൻ്റെ ആ ജലത്തിൻ്റെ വലിയ ഒരു സമൂഹത്തെ സമുദ്രത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോയി അവിടെ സമർപ്പിക്കുന്നത്, അതുപോലെ എൻ്റെ മനസ്സും ഭഗവാനിലേക്ക് ഭക്തിപ്രവാഹത്തെ നയിച്ചു കൊണ്ട് ചെന്ന് ഒടുവിൽ അത് ഭഗവാനാകുന്ന ആ സമുദ്രത്തിൽ സമർപ്പിക്കപ്പെടട്ടെ എന്നാണ് കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. അവസാനത്തെ കുന്തി സ്തുതിയുടെ അവസാന ശ്ലോകത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാന്റെ വളരെ വിശേഷമായിട്ടുള്ള വളരെ വിലക്ഷണമായിരിക്കുന്ന ഭഗവാന്റെ നിരവധി പേരുകൾ, മറ്റ് നമുക്ക് സഹസ്രനാമത്തിലോ അഷ്ടോത്തര ശതത്തിലോ പോലും കാണാൻ സാധിക്കാത്തതായ ഭഗവാന്റെ ചില മനോഹരമായ നാമങ്ങൾ. ആ നാമങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിനെ വളരെ ഉദാത്തമായ വിചാരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന നാമങ്ങളാണ് ഭഗവാനെ ഇവിടെ സംബോധന ചെയ്യുന്നത് കുന്തിദേവി. നോക്കൂ: ശ്രീകൃഷ്ണ, കൃഷ്ണസഖ, വൃഷ്ണിഋഷഭ, അവനിധൃഗ്രാജന്യവംശദഹന, അനപവർഗവീര്യ, ഗോവിന്ദ, ഗോദ്വിജസുരാർത്തിഹരാവതാര, യോഗേശ്വര, അഖിലഗുരോ ഭഗവൻ എന്ന് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു: തേ നമഃ, അങ്ങ് ഞാൻ നമസ്കരിക്കുന്നു. ആരെയാണ് നമസ്കരിക്കുന്നത്? ഹേ ശ്രീകൃഷ്ണ, ശ്രീയുതനായിരിക്കുന്ന കൃഷ്ണ, രാധാദേവിയോട് കൂടിയിരിക്കുന്നതായ കൃഷ്ണ, ലക്ഷ്മി ദേവിയോട് കൂടിയിരിക്കുന്നവനായ ആ വൈകുണ്ഠമൂർത്തേ ശ്രീകൃഷ്ണ. കൃഷ്ണസഖ, അങ്ങ് കൃഷ്ണന്റെ സഖാവാണ്. എൻ്റെ മകനായ അർജുനന്റെ മധ്യമ പാണ്ഡവനായിരിക്കുന്ന അർജുനന്റെ സഖാവാണ്, സുഹൃത്താണ്. നിങ്ങൾ രണ്ടുപേരും ജീവാത്മാവും പരമാത്മാവും പോലെ ഒരുമിച്ച് കുടികൊള്ളുന്ന നരനാരായണന്മാരാണ്. അർജുനന്റെ സഖാവായിരിക്കുന്ന, അർജുന സാരഥിയായിരിക്കുന്ന അല്ലയോ ഭഗവാനെ. വൃഷ്ണിഋഷഭ, പാണ്ഡവന്മാർക്ക് സഹായം ചെയ്യുന്നവൻ മാത്രമല്ല, അങ്ങ് വൃഷ്ണികളിൽ വെച്ച് ഋഷഭനാണ് ശ്രേഷ്ഠൻ. യാദവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ യാദവനാകുന്നു അങ്ങ്. അങ്ങ് എന്തിനാണ് യാദവകുലത്തിൽ വന്ന് ജനിച്ചത്? അവനിധൃഗ്രാജന്യ വംശദഹന. അവനിധൃഗ് എന്ന് വെച്ചാൽ ഈ ഭൂമിയെ ദ്രോഹിക്കുന്നവരാണ് അവനിധൃഗ്. ഭൂമിക്ക് ദ്രോഹമുണ്ടാക്കി വെക്കുന്നവരായ രാജന്യ വംശ, രാജകന്മാർ, ക്ഷത്രിയ വംശം. ഭൂമിക്ക് ദ്രോഹമുണ്ടാക്കുന്നതായ ക്ഷത്രിയ വംശത്തെ ദഹിപ്പിക്കുന്നവനെ ദഹനൻ ആണ്, അതിൻ്റെ അഗ്നിയാണ്. രാജകന്മാരുടെ കൊടുങ്കാടിനെ ഭസ്മീഭൂതമാക്കുന്നതായ അഗ്നിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്ന അവതാര പുരുഷൻ. അതുകൊണ്ട് അവനിധൃഗ്രാജന്യ വംശദഹന എന്നൊറ്റ പേരാണ്. ആ പേര് നമുക്ക് മറ്റെവിടെയും കാണുകയില്ല, ഭാഗവതത്തിൽ മാത്രമായിട്ട് കാണുന്ന ഒരു ഭഗവൻ നാമമാണ്. ഭൂമിയെ ദ്രോഹിക്കുന്നവരായ ദുഷ്ടന്മാരായ രാജവംശത്തെ മുഴുവൻ, വംശം എന്ന് വെച്ചാൽ മുള എന്നൊരർത്ഥമുണ്ട് വംശം എന്നുള്ളതിന്, പരമ്പര എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മുള എന്നർത്ഥമുണ്ട്. അപ്പോൾ മുളങ്കാട്, രാജകന്മാരാകുന്ന മുളങ്കാടിനെ ദഹിപ്പിച്ചവൻ. അത് ഭാഗവതത്തിൽ മറ്റ് പലയിടത്തും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഭഗവാൻ അതിനെ ദഹിപ്പിച്ചത്? പരസ്പരം ഉരസിയിട്ട് എന്നാണ്. അന്തസ്സമുദ്ധകരണ യുധി ഭൂപചമ, അവരുടെ ഉള്ളിൽ തന്നെ കലഹത്തെ ഭഗവാൻ ഉണ്ടാക്കി രാജവംശങ്ങൾക്കിടയിൽ. അങ്ങനെ 18 അക്ഷോഹിണി വരുന്ന സൈന്യവും രാജക്കന്മാരും ഒരു ഭൂമിയിൽ അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് തമ്മിൽ അടിച്ച് പിരിഞ്ഞു. എല്ലാവരും അന്യോന്യം അടിച്ചു കൊല്ലുകയും അസ്ത്രശസ്ത്രങ്ങളെ കൊണ്ട് കൊന്നിട്ട് 18 അക്ഷോഹിണി വരുന്ന രാജാക്കന്മാർ മുഴുവനും കൊല്ലപ്പെടുന്ന ഒരു സംഹാരം ഭഗവാൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്?
ഭൂമിയുടെ ഭാരം ഒഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് വംശം എന്ന ശബ്ദത്തിന് തലമുറകളുടെ ആ ഒരു സമൂഹത്തെ പറയും, അതുപോലെ മുളയെയും പറയും. ഇവിടെ ഭഗവാൻ രാജകന്മാരുടെ ആ മുളങ്കാടിനെ പരസ്പരം കൂട്ടി ഉരസിയിട്ട് മുളങ്കാട് എങ്ങനെയാണോ അതിൻ്റെ അതിൽ കൂട്ടി ഉരസി ഉണ്ടാകുന്ന അഗ്നിയിൽ കത്തി അമരുന്നത്, അതുപോലെ അവർക്ക് കത്തി ചാമ്പലായി പോവുകയും ചെയ്തു. അങ്ങനെ ദഹിപ്പിച്ചവനായ അല്ലയോ അഗ്നി സ്വഭാവമുള്ളവനെ. അനപവർഗവീര്യ, അപവർഗം എന്ന് വെച്ചാൽ നാശം ചെന്ന് ലയിക്കുക എന്നർത്ഥം. അപവർഗമില്ലാത്ത വീര്യത്തോടു കൂടിയവനെ, ഒരിക്കലും നശിക്കാത്തതായ, അതായത് അക്ഷീണമായ പ്രഭാവത്തോട് കൂടിയിട്ടുള്ളവനെ. അക്ഷീണപ്രഭാവ എന്നാണ് ശ്രീധരാചാര്യ സ്വാമികൾ ആ വാക്കിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അനപവർഗ വീര്യ, അല്ലയോ ക്ഷീണിക്കാത്തതായ, ക്ഷയിക്കാത്തതായ, നശിക്കാത്തതായ പ്രഭാവത്തോട് കൂടിയവനെ, വീര്യത്തോട് കൂടിയവനെ. പിന്നെ വിളിച്ചിരിക്കുന്നു ഗോവിന്ദ. ഗോവിന്ദ എന്ന പദത്തിന് അനേകാർത്ഥമുള്ള പദമാണ്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വളരെ വിശേഷമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു അർത്ഥം എന്താണ്? ഗവാദി എന്താണ്? ഗോഭിഹി വേദാന്തവാക്യഹി വിന്ദതേ ഇതി ഗോവിന്ദ. ഗോശബ്ദത്തിന് വേദാന്തവാക്യം, വേദം എന്ന അർത്ഥമുണ്ട് ഗോശബ്ദത്തിന്. അപ്പോൾ ഗോഭിഹി വാക്ക് എന്നും അർത്ഥമുണ്ട്. വാക്ക് എന്നും അർത്ഥമുണ്ട് ഗോശബ്ദത്തിന്, വേദം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഗോശബ്ദത്തിന് രണ്ടർത്ഥം ചേർത്തിട്ട് വേദവാക്യങ്ങളെ, വേദാന്തവാക്യങ്ങളാൽ അറിയപ്പെടുന്ന, ഉപനിഷത്തിൻ്റെ വാക്യങ്ങളിലൂടെ അറിയപ്പെടുന്നത് ഭഗവാന്റെ മാഹാത്മ്യമാണ് എന്നുള്ളത് കൊണ്ട് ഉപനിഷത്ത് മുഴുവൻ പഠിച്ചാൽ ഭഗവാനെ അറിയാൻ സാധിക്കും. അപ്പോൾ ഗോഭിഹി വേദാന്തവാക്യഹി വിന്ദതേ ഇതി ഗോവിന്ദ എന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അർത്ഥം ഗോവിന്ദ ശബ്ദത്തിനുണ്ട്. ഹേ ഗോവിന്ദ. പിന്നെ ഗോദ്വിജ സുരാർത്തിഹരാവതാര, ഗോക്കള്, പശുക്കള്, ദ്വിജന്മാർ, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാരായിരിക്കുന്ന ദ്വിജന്മാർ, സുരന്മാർ, ദേവന്മാർ, ഈ മൂന്ന് പേരുടെയും ദുഃഖത്തെ ഹരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത അവതാരത്തോട് കൂടിയവനെ. അതെന്താ, ഭഗവാൻ ഈ മൂന്ന് പേർക്ക് വേണ്ടി മാത്രമാണോ അവതരിച്ചത് എന്നാണെങ്കിൽ, ഈ ഗോദ്വിജ സുരന്മാർ, പശുക്കള്, ബ്രാഹ്മണർ, ദേവന്മാർ, ഈ മൂന്ന് പേർക്കുള്ള ഹിതം ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്തിന് മുഴുവനുള്ള ഹിതം അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഗവാധിപി സ്ത്രീ രക്ഷിതൈഹി സർവേ രക്ഷിതാഹ എന്ന് വംശീധര സ്വാമികൾ പറയുന്നു. ഗോവ് മുതലായിട്ട് മൂന്ന് പേർ രക്ഷിക്കപ്പെട്ടാൽ, ഗോക്കള്, ദ്വിജന്മാർ, ദേവന്മാർ, ഈ മൂന്ന് തരക്കാർ രക്ഷിക്കപ്പെട്ടാൽ സർവേ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. കാരണം എന്താണ്? അവർ മറ്റുള്ളവരെ രക്ഷിച്ചുകൊള്ളും എന്നുള്ളത് കൊണ്ട് ഒരു കാരണം. മറ്റൊന്ന്, ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രസിദ്ധമായ ഒരു ശ്ലോകമുണ്ട്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീഷാഹ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ഒരു മംഗളശ്ലോകം. എല്ലാ മംഗളകർമ്മങ്ങൾക്ക് ശേഷം ഒടുവിൽ നമ്മൾ സാധാരണ ചൊല്ലി വരാറുള്ള ഒരു ശ്ലോകമുണ്ട്. ഈ ശ്ലോകത്തിൻ്റെ അവസാന പാദത്തിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകാ സമസ്താഹ സുഖിനോ ഭവന്തു, സമസ്ത ലോകങ്ങളും സമസ്ത ജനങ്ങളും സുഖം ഉള്ളവരായിരിക്കട്ടെ എന്ന ആശംസയുണ്ട്. പക്ഷെ ചില കുബുദ്ധികൾ ഈ ശ്ലോകത്തിലുള്ള മൂന്നാമത്തെ പാദം മാത്രം എടുക്കും. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ഈ ശ്ലോകത്തിൽ പശുക്കൾക്കും ബ്രാഹ്മണർക്കും ആണ് ശുഭം ആശംസിക്കുന്നത്. അതുകൊണ്ട് ഇത് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ ഒരു ഉദ്ഗാരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ ശ്ലോകം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ മൂന്ന് വരികളും സ്വീകാര്യമാണ്. പക്ഷേ മൂന്നാം പാദം സ്വീകാര്യമല്ല. കാരണം അത് ബ്രാഹ്മണർക്ക് ശുഭമുണ്ടാകട്ടെ എന്ന് പറയുന്നതാണ്. എന്താണ് ബ്രാഹ്മണരോട് ഇത്ര വിരോധം? അതിന് പല ചരിത്രപരമായ കാരണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ചില ബ്രാഹ്മണ വിദ്വേഷം അവരുടെ ഉള്ളിലുണ്ടായിരിക്കാം. അതെന്തോ ആയിക്കോട്ടെ, അതിൻ്റെ സാങ്കത്യത്തിലേക്കോ യുക്തിയിലേക്കോ ഞാൻ പോകുന്നില്ല. പക്ഷെ എന്താണ് ആ ശ്ലോകത്തിൽ ഗോബ്രാഹ്മണേഭ്യ ശുഭം, ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ശുഭമുണ്ടാകട്ടെ, അതെന്താണ് ഇത്രയധികം പരിഭ്രമിക്കാനുള്ളത്? ലോകത്തിന് മുഴുവനും സുഖം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണർക്ക് അവർക്ക് സുഖമല്ല, അവർക്ക് ശുഭം, അവരുടെ കർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ മംഗളകരമായിട്ട് നടത്തിക്കാനുള്ള ഒരു ആശീർവാദം അല്ലെങ്കിൽ ഒരു ആശസ്സ് നേർന്നാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. പക്ഷെ ആ പ്രാർത്ഥനാ ശ്ലോകത്തിലെ ആ മൂന്നാമത്തെ പദത്തോട് വലിയ വിദ്വേഷം നമ്മുടെ നാട്ടിൽ ഇന്ന്
പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ വംശീധര സ്വാമികൾ എന്താണ് ഈ ഗോദ്വിജ സുരാപ്തി ഹരാവതാര എന്ന ഗോക്കള്, ദ്വിജന്മാര്, സുരന്മാർ ഈ 3 പേരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചു എന്ന് പറയുന്നതിൻ്റെ ഗോബ്രാഹ്മണ ഹിതാർത്ഥായ എന്നൊക്കെ ഭഗവാനെ നമ്മൾ പൂജയിലും ഒക്കെ തന്നെ ഭഗവാൻ അർഘ്യം ചെയ്യുന്ന സമയത്ത് ആ മന്ത്രത്തിൽ നമ്മൾ പറയാറുണ്ട്. എന്താണ് അതിൻ്റെ താല്പര്യം, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെലക്റ്റീവായിട്ട് 3 പേരെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനം ഇവിടെ വംശീധര സ്വാമികൾ പറഞ്ഞിരിക്കുന്നത്, ഗവാം ബ്രാഹ്മണാനാം ച ഹവിർ മന്ത്രാധാരത്വേന തദ്രക്ഷയാ യജ്ഞസിദ്ധേഃ ദേവാ അപി രക്ഷിതാസ്യുസ്തേജ സമ്യക് വൃഷ്ട്യാദിന വിശ്വമഖിലമേവ രക്ഷന്തീതി. തുടർന്ന് ഗീതയിലെ ഒരു ശ്ലോകവും അവിടെ ഉദ്ധരിച്ചിരിക്കുന്നു, ദേവൻ ഭാവയതാനേന എന്ന ആ 3-ാം അധ്യായത്തിലെ ശ്ലോകം. ഞാനത് വ്യാഖ്യാനിക്കാം. ഗവാം ബ്രാഹ്മണാനാം ച, പശുക്കളും ബ്രാഹ്മണരും എന്താണ് അവരുടെ പ്രത്യേകത? ഹവിർ മന്ത്രാധാരത്വേന, പശുക്കളിൽ നിന്ന് ഹവിസ്, പശുക്കളാണ് ഹവിസിന് കാരണം. അതായത് ഹവിസിൽ നെയ്യാണ് പ്രധാനമായിട്ട് ഹോമകർമ്മങ്ങളിൽ, യജ്ഞങ്ങളിൽ നമ്മൾ ഹവനം ചെയ്യുന്നത് പ്രധാനമായിട്ട് നെയ്യാണ്. അരി കൊണ്ടുള്ള ഹവിസ്, അന്നം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും ആ അന്നത്തിന് കൂടെ നെയ്യ് ചേർക്കാതെ ഹോമിക്കാൻ പാടില്ല. ഉപസരണം ചെയ്യാതെ, നെയ്യ് കൊണ്ട് ഉപസരിക്കാതെ ഒരു വസ്തുവും അഗ്നിയിൽ ഹോമിക്കാൻ പാടില്ല. അപ്പോൾ നെയ്യ് എന്ന് പറയുന്നത് പശുവിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നമാണ്. അപ്പോൾ പശു എന്ന് പറയുന്നത് യജ്ഞത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ആ പശുവിൻ്റെ പാല്, പശുവിൻ്റെ നെയ്യ്, അതാണ് പ്രധാനമായിരിക്കുന്ന ഹവനം ചെയ്യപ്പെടുന്ന വസ്തു. അതുകൊണ്ട് പശു ഈ അഗ്നിഹോത്രം മുതലൊക്കെയുള്ള എല്ലാ യാഗകർമ്മങ്ങളിലും, എല്ലാ തരത്തെ ഹോമങ്ങൾക്കും പശു അനിവാര്യമായ ഒരു വസ്തുവാണ്. പിന്നെന്താണ്? മന്ത്രാധാരത്വേന, ബ്രാഹ്മണർ ആരാണ്? മന്ത്രത്തെയും ചൊല്ലുന്ന മന്ത്രത്തെ വഹിക്കുന്നവരാണ്. ആ വൈദികമായ മന്ത്രങ്ങളെ മുഴുവൻ വഹിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ബ്രാഹ്മണരുടെ ഹൃദയം, ബ്രാഹ്മണരുടെ ബുദ്ധി, അല്ലെങ്കിൽ ഹാർഡ്വെയറായിട്ടും പറയാം. അതൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന പെൻഡ്രൈവുകൾ ഉണ്ടല്ലോ നമ്മുടെ ഈ കമ്പ്യൂട്ടറിലും ഒക്കെ ഉപയോഗിക്കുന്ന, അത്തരം പെൻഡ്രൈവുകളായിട്ടാണ് നമ്മൾ ബ്രാഹ്മണരെ കാണേണ്ടത്. വേദങ്ങളെ വഹിക്കുന്നവരായ അതിൻ്റെ CD അല്ലെങ്കിൽ അതിൻ്റെ പെൻഡ്രൈവുകളാണ് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അപ്പോൾ അവരിലാണ് ഈ മന്ത്രം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ബ്രാഹ്മണർ രക്ഷിക്കപ്പെട്ടാൽ, ഈ പശുക്കളും ബാക്കിയായാൽ എന്തുണ്ട്? അവിടെ യജ്ഞരക്ഷണം ചെയ്യപ്പെടും. യജ്ഞം എന്ന് പറയുന്നത് എന്താണ്? ദേവന്മാരെ തൃപ്തിപ്പെടുത്തലാണ്. തദ്രക്ഷയ യജ്ഞസിദ്ധേഃ, ഈ 2 പേരെ രക്ഷിച്ചാൽ, പശുക്കളും ബ്രാഹ്മണരും രക്ഷിക്കപ്പെട്ടാൽ അവിടെ യജ്ഞമുണ്ടാകും. യജ്ഞം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവാ അപി രക്ഷിതാഃ, യജ്ഞം കൊണ്ടാണ് ദേവന്മാർ രക്ഷിക്കപ്പെടുന്നത്. അതാണ് ഗീതയുടെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദേവാൻ ഭാവയത ആനേന തേ ദേവാ ഭാവയന്തു വഹ. നമ്മൾ യജ്ഞം കൊണ്ട് ദേവന്മാരെ ഭാവനം ചെയ്യുക, ദേവന്മാരെ നമ്മൾ വളർത്തുക. യജ്ഞം കൊണ്ട് പ്രവൃദ്ധരായ, യജ്ഞം കൊണ്ട് വളർന്ന് വികസിച്ചതായ, ശക്തി പ്രാപിച്ചതായ ദേവന്മാർ എന്തു ചെയ്യും? തിരിച്ച് നമ്മളെയും ഭാവനം ചെയ്യും. നമ്മളെയും അവർ വികസിപ്പിക്കും, വർദ്ധിപ്പിക്കും, ശക്തി നമുക്ക് പകർന്നു നൽകുകയും ചെയ്യും. അങ്ങനെ പരസ്പരം ഭാവയന്ത ശ്രേയപരം അവാപ്സ്യഥ, പരസ്പരം മനുഷ്യർ ദേവന്മാരെ വളർത്തുക, ദേവന്മാർ മനുഷ്യരെ വളർത്തുക എന്നുള്ള പരസ്പര ഭാവമാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനം എന്നത് നമ്മുടെ വൈദികമായ ഒരു സിദ്ധാന്തമാണ്. നമ്മളത് മറന്നുപോയിക്കൂടാത്തതാണ്. ദേവന്മാരെ നമ്മൾ വളർത്തിയില്ലെങ്കിൽ ദേവന്മാർ വളരുകയില്ല. നമ്മളെ ആശ്രയിച്ചാണ് ദേവന്മാരുടെ ശക്തി. എന്ന് വെച്ചാൽ പരമ്പുരുഷനായിരിക്കുന്ന ബ്രഹ്മത്തിൻ്റെ അവസ്ഥയല്ല ഈ പറയുന്നത്. ആ ബ്രഹ്മത്തിൽ നിന്നും വരുന്നതായ, ഉരുത്തിരിഞ്ഞു വന്നതായിട്ടുള്ള ഇന്ദ്രൻ, വരുണൻ, യമൻ മുതലായിട്ടുള്ള പ്രകൃതി ശക്തികളെ, വായുവായിട്ടും ജലമായിട്ടും ആകാശമായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും ഭൂമിയായിട്ടും രാത്രിയായിട്ടും പകലായിട്ടും സൂര്യനായിട്ടും ചന്ദ്രനായിട്ടും ഇങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തന ശക്തികളായിട്ടും പ്രകൃതി ശക്തികളായിട്ടും ഒക്കെ ഇവിടെ കാണുന്ന ചൈതന്യങ്ങളൊക്കെ തന്നെ എത്ര 33 കോടി ദേവന്മാരായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്. ആ 33 കോടി ദേവന്മാർ ശക്തിപ്പെടുന്ന എപ്പോഴാണ്? നമ്മൾ യജ്ഞഭാവത്തോടു കൂടി അവരെ പോഷിപ്പിക്കുമ്പോഴാണ്. അങ്ങനെ പോഷിക്കപ്പെട്ട പുഷ്ടരായിരിക്കുന്ന ആ ദേവന്മാർ നമ്മളെയും പോഷിപ്പിക്കും. ഇങ്ങനെ പരസ്പര പോഷണം കൊണ്ടാണ് വളരേണ്ടത് എന്ന് പ്രജാസൃഷ്ട്വ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്വധ്വം യേഷ്ടവോ സ്തുഷ്ടകാമസ, യജ്ഞം കൊണ്ട് ദേവാൻ ഭാവയതാനേന, നിങ്ങൾ ദേവന്മാരെ യജ്ഞം കൊണ്ട് ഭാവനം ചെയ്യൂ, അവർ നിങ്ങളെയും ഭാവനം ചെയ്ത് പരസ്പര ഭാവനം കൊണ്ട്
എല്ലാവരും വളർന്ന് ശ്രേയസ്സിനെ പ്രാപിക്കൂ എന്നാണ് ആ മന്ത്രത്തിന്റെ വേദങ്ങളിൽ ഉള്ള ആശയത്തിന്റെ ഒരു ആവിഷ്കാരമാണ് ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യജ്ഞമായി കൊണ്ടാണ് ദേവന്മാർ പുഷ്ടിപ്പെടുന്നത്. എന്ത് ചെയ്യും? ദേവാ അപി രക്ഷിതാഹസ്യു, അങ്ങനെ ദേവന്മാർ രക്ഷിക്കപ്പെട്ടാൽ തേജ സമ്യക് വൃഷ്ടിയാതിന, അവർ വേണ്ടത്ര മഴ പെയ്യിച്ചിട്ട് വിശ്വമഖിലം ഏവ രക്ഷന്തി, മുഴുവൻ വിശ്വത്തെയും അവർ രക്ഷിക്കും. അപ്പോൾ ദേവന്മാര് പ്രസാദിച്ച് വിശ്വത്തെ രക്ഷിക്കുമ്പോൾ വിശ്വത്തിലുള്ള ബ്രാഹ്മണരടക്കമുള്ള ക്ഷത്രിയര്, വൈശ്യന്മാര്, ശൂദ്രന്മാര്, ചണ്ടാളന്മാര്, കാട്ടാളന്മാര്, കാട്ടുജീവികള്, വൃക്ഷങ്ങള്, സസ്യങ്ങള്, മൃഗങ്ങള്, പക്ഷികള്, ഇഴജന്തുക്കള് എല്ലാവരും രക്ഷിക്കപ്പെടും. അവർക്കെല്ലാം അതുകൊണ്ട് ആ ദേവന്മാരെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ആരാണ്? ഒന്ന് മന്ത്രധാരണം ചെയ്തിരിക്കുന്ന ബ്രാഹ്മണര്, മറ്റൊന്ന് ഹവിസിന്റെ ഏറ്റവും പ്രധാന ഭാഗമായിരിക്കുന്ന പശുക്കൾ. അതുകൊണ്ടാണ് പശുക്കളെയും ബ്രാഹ്മണർക്കും ശുഭമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നത്. അല്ലാതെ അതിൽ പക്ഷപാതം കൊണ്ടല്ല, അവർ മാത്രം നന്നായാൽ മതി, മറ്റാരും നന്നാകേണ്ട എന്നുള്ള ദുഷ്ടബുദ്ധി ആ ശ്ലോകത്തിലുമില്ല, ഇവിടെ ഈ ഭാഗവതത്തിലുള്ള ഈ വ്യാസന്റെ ഈ വരികളിലുമില്ല, കുന്തി സ്തുതിയിലും ഇല്ല. ഇത് നമ്മൾ അത്തരം ഈ സനാതന ധർമ്മത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നവർക്ക് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഇവിടെ വിസ്തരിച്ചത്. ഇവിടെ കുന്തി പറഞ്ഞിരിക്കുന്നത് ഗോദ്യ സുരാർത്തി ഹരാവതാര, ഗോക്കള്, ദ്വിജന്മാര്, ദേവന്മാര് മുതലായവരുടെ ആർത്തിയെ, ദുഃഖത്തെ ഹരിക്കുന്ന, നശിപ്പിക്കുന്ന അവതാരത്തോട് കൂടിയവനെ. പിന്നെ പറഞ്ഞു യോഗേശ്വര, യോഗത്തിന്റെ അധിപനായിരിക്കുന്ന, സകല യോഗങ്ങളും നടത്തി യോഗത്തിന്റെ ഫലം നൽകുന്നവനായ, മോക്ഷത്തെ നൽകുന്നവനായ അല്ലയോ ഭഗവാനെ. അഖില ഗുരോ, സർവർക്കും വിദ്യയെ നൽകുന്ന, ജ്ഞാനത്തെ പകർന്നു കൊടുക്കുന്നവനായ, സകല ജീവജാലങ്ങൾക്കും ഗുരുനാഥനായിരിക്കുന്ന, ജഗദ്ഗുരു ആയിരിക്കുന്ന അല്ലയോ ഭഗവാനെ. ഭഗവൻ, ഹേ ഭഗവാനെ, തേ നമ, അങ്ങയെ നമസ്കരിക്കുന്നു. ഇതാണ് കുന്തി സ്തുതിയിലൂടെ ഭഗവാന് മനോഹരമായ വാക്കുകളെ കൊണ്ട് കളപദൈഹി എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും കുന്തി സ്തുതിയെക്കുറിച്ച്. തുടർന്ന് എന്താണ് കുന്തിയും കൃഷ്ണനും തമ്മിലുള്ള ആ സംഭാഷണം, എന്താണ് പാണ്ഡവന്മാരും കൃഷ്ണനും പിന്നീട് എന്തു ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പറയാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.